യുദ്ധം തുടങ്ങിയിട്ട് ഇറാനും US-ഉം ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് 27 ദിവസമാകുന്നു. 27ാം ദിവസവും ഇറാൻ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല. ബഹ്റിൻ, UAE, കുവൈറ്റ്, അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ഇന്നുണ്ടായി. അബുദാബിയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇസ്രായേലിന്റെ പവർ പ്ലാന്റ് ഇറാൻ തകർത്തു. 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്തായാലും അതൊന്നും നടന്നില്ല. 5 ദിവസത്തേക്ക് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 15 നിർദ്ദേശങ്ങൾ ഇറാന് നൽകി. ആ 15 നിർദ്ദേശങ്ങളും ഇറാൻ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്തായാലും 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർത്ത് കളയും എന്ന് ട്രംപ് പറഞ്ഞിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. ഇറാൻ തങ്ങളുടെ ശക്തിയെ കുറച്ച് കാണിക്കുന്നില്ല. അവർ യഥാർത്ഥ യുദ്ധത്തിന്റെ മൂഡിലാണ്. ഹൂതികളുടെ സൈന്യം പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുന്നു. ഹൂതികളുടെ ഇറാനെ അനുകൂലിക്കുന്ന ഹൂതി വിമതരുടെ ഗ്രൂപ്പുകളാണ്, ഗറില്ല ഗ്രൂപ്പുകളാണ് പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യ ഒട്ടാകെ ഗറില്ല ആക്രമണത്തിന് കളമൊരുക്കിയിരിക്കുന്നു ഇത്. ഹൂതികളുടെ സൈന്യം പശ്ചിമേഷ്യയിൽ എത്തിയതായി അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്തി. അവർ ഗറില്ല ആക്രമണം നടത്തും. 70,000-ഓളം മറൈനുകൾ ഇറാന്റെ പരിസരത്ത് എത്തിച്ചേർന്നു. കാർഗി ഐലൻഡ്, ഇറാന്റെ തന്ത്രപ്രധാനമായ കാർഗി ഐലൻഡ് പിടിച്ചെടുക്കാനാണ് 70,000-ഓളം മറൈനുകൾ അമേരിക്ക അയച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി വരുന്നു. റഷ്യ തങ്ങളുടെ ഡ്രോണുകൾ, ആയുധങ്ങൾ, 135 ടൺ മരുന്നുകൾ എന്നിവ ഇറാന് കൈമാറി. ഇറാന് വേണ്ടി എല്ലാ സൈന്യവും ചെയ്തു കൊടുക്കുന്നത് റഷ്യയാണെന്ന് ഇതോടെ തെളിഞ്ഞു. അത് ട്രംപിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. റഷ്യ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ, വൻ ശക്തിയായ റഷ്യ ഇറാനെ സഹായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇറാനെ കീഴടക്കാൻ ട്രംപിന് കഴിയില്ല. അതാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കി മാറ്റുന്ന ഘടകം. 15 ഇന നിർദ്ദേശങ്ങൾക്ക് പകരം 5 നിർദ്ദേശങ്ങളാണ് ഇറാൻ തിരിച്ച് വച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക്, തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രോജക്റ്റുകൾക്ക് അമേരിക്ക പ്രതിഫലം നൽകണം, കോമ്പൻസേഷൻ നൽകണം. അതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ചുരുക്കത്തിൽ യുദ്ധം നിർത്താൻ ഇറാന് താല്പര്യമില്ല. പണ്ട് ജപ്പാനിൽ പ്രയോഗിച്ചതുപോലെ അണുവായുധം ഇറാനിൽ അമേരിക്ക പ്രയോഗിക്കുമോ എന്ന് അറിയില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അമേരിക്കയ്ക്ക് എതിരാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അത്. ഇറാന്റെ സഖ്യകക്ഷികളാണ് ചൈനയും ഉത്തര കൊറിയയും റഷ്യയും ഒക്കെ. അവർ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. എന്തായാലും 27ാം ദിവസം യുദ്ധം കടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് ആകെ മൊത്തം ആശങ്കയിൽ ആയിരിക്കുന്നത്. സൗദി അറേബ്യ തങ്ങളുടെ സൈന്യത്തെ ഇറാനിലേക്ക് അയക്കുമെന്നും ഇറാനെ തകർക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE തങ്ങളുടെ സൈന്യത്തെ അമേരിക്കൻ സൈന്യത്തോടൊപ്പം പോരാടാൻ വിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളെ എന്തിന് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് UAE-യിലും ബഹ്റൈനിലും ഖത്തറിലും ഒക്കെയാണ്, കുവൈറ്റിലും ഒക്കെയാണ് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉള്ളത്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അവിടെ നിന്ന് ഇറാന്റെ മിസൈലുകളെ ചെറുക്കുന്നത്.
ആ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. എന്തായാലും യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല. റഷ്യൻ ഡ്രോണുകളും റഷ്യൻ ആയുധങ്ങളും റഷ്യൻ മരുന്നുകളും ഇറാന് എത്തിക്കഴിഞ്ഞു. അതിനർത്ഥം റഷ്യ പ്രത്യക്ഷമായി തന്നെ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അവരുടെ സൈനികരെ അയക്കുന്നില്ല എന്നേ ഉള്ളൂ. അതേസമയം ഉത്തര കൊറിയ ശക്തമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഉത്തര കൊറിയ പറയുന്നത് വേണമെങ്കിൽ ആണവായുധം ഇറാന് കൈമാറാം എന്നുള്ളതാണ്. അത് അമേരിക്കയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. പരിമിതമായ രീതിയിൽ ഇറാനിൽ ആണവായുധം ഉപയോഗിക്കാൻ ട്രംപ് നിർബന്ധിതം ആയേക്കാം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആണവായുധം ഇറാന്റെ കയ്യിലെത്തും എന്നുള്ളത് ട്രംപിനെ അസ്വസ്ഥമാക്കുന്നു. ട്രംപിന്റെ 15 നിർദ്ദേശങ്ങൾ, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദനം നിർത്തുക തുടങ്ങിയ 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് യുദ്ധത്തിന്റെ ദിവസങ്ങളാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ ഓരോ നേതാക്കളെ വധിക്കുമ്പോഴും ആ സ്ഥാനത്ത് മറ്റൊരു നേതാവ് ഉടനടി എത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതാണ് ഇറാന്റെ കരുത്ത്. അതൊക്കെയാണ് ഇറാന്റെ പ്രത്യേകത. ചെറിയ മീനല്ല ഇറാൻ. വെനസ്വലയിൽ പോയി മധുറയെ പിടിച്ചുകൊണ്ട് പോയതുപോലെ ഇറാനെ കീഴടക്കുക വലിയ പ്രയാസമാണ്. കാർഗെ ഐലൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമം വലിയ നാശനഷ്ടങ്ങൾക്ക്, അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇറാനുമായി ഒരു കരയുദ്ധം നടത്താൻ അമേരിക്കയ്ക്ക് ശേഷിയില്ല. റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ ശക്തമായ രീതിയിൽ, IRGC അവർ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കും. ഇറാന്റെ കരസൈന്യം ലോകത്തെ മികച്ച കരസൈന്യവുമാണ്. യുദ്ധം തുടങ്ങുകയും ചെയ്തു, പാതി വഴി നിർത്തിയിട്ട് പോകാനും പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ട്രംപ്. മുട്ട് വിറച്ച് തുടങ്ങി ട്രംപിന്.